കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഗതികളാം ഞങ്ങൾക്കെന്നും ആ തിരുസന്നിധിയഭയം. അഗതികളാം ഞങ്ങൾക്കെന്നും ആ തിരുസന്നിധിയഭയം. അലുവിൻ്റെ അലയാഴിയാകുന്നു പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ നമ്മോട് പറഞ്ഞത്, പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ അളവില്ലാത്ത കരുണ ചൊരിഞ്ഞ് അലിവിൻ്റെ നിറവ് പകർന്ന് ആ അമ്മ നിന്നെ വളർത്തും. അതെ, നമ്മെ വളർത്തുന്ന അമ്മ സർവ്വ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതങ്ങളെ നന്മ നിറഞ്ഞ പാതയിൽ വളർത്തുന്ന അമ്മ. പ്രഭാഷകൻ്റെ പുസ്തകം പറയുന്നുണ്ടല്ലോ, 43-ാം അധ്യായം 30-ാം വാക്യത്തിൽ, സർവ്വ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ഒരു വ്യക്തിയുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ജീവിതമാണ്. സർവ്വ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ ഒരുക്കുന്ന പരിശുദ്ധ അമ്മയുടെ കാർമൽ ഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, സർവ്വ കഴിവ് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കലാകാരനെ നാം ഇന്ന് കാർമൽ ഗീതങ്ങളിലൂടെ പരിചയപ്പെടുകയാണ്. ഗാനരചന, സംഗീത സംവിധാനം, നാടകരചന, കഥാരചന, കവിതാരചന, ചിത്രരചന, പെയിൻറ്റിങ്, ശബ്ദാനുകരണ കല, അങ്ങനെ ഏതെല്ലാം തലങ്ങളുണ്ടോ ആ തലങ്ങളിൽ മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കലാകാരൻ ഇന്ന് അമ്മയെ പാടി പ്രകീർത്തിക്കുവാൻ എത്തിയിരിക്കുന്നു. ശ്രീ സാബു ആരക്കുഴ. അദ്ദേഹത്തെ നമുക്ക് കാർമൽ ഗീതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. സാബു, കാർമൽ ഗീതങ്ങളിലെ പരിശുദ്ധ അമ്മയുടെ സ്നേഹമഹത്വം പാടുവാൻ ഒത്തിരി സ്നേഹത്തോടെ സാബുവിനെ ക്ഷണിക്കുകയാണ്. ഒരു ഗാനം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച് പാടി നമുക്ക് ആരംഭിക്കാം.
കനിവുള്ള സ്വർലോകറാണേ, ദൈവപുത്രന്റെ പരിശുദ്ധയമ്മേ, അലിവോടെ നിൻ കുഞ്ഞുമക്കൾ പാടി വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം. കനിവുള്ള സ്വർലോകറാണേ, ദൈവപുത്രന്റെ പരിശുദ്ധയമ്മേ, അലിവോടെ നിൻ കുഞ്ഞുമക്കൾ പാടി വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം. അമ്മേ അമലേ സ്വർലോകറാണി, കേൾക്കേണമേ ഞങ്ങളെ. അമ്മേ അമലേ സ്വർലോകറാണി, കേൾക്കേണമേ ഞങ്ങളെ. മിഴിനീരൊഴുക്കിയിടുവോരേ, തൻ്റെ മാറോടണയ്ക്കുന്ന നാഥേ, മിഴിനീരൊഴുക്കിയിടുവോരേ, തൻ്റെ മാറോടണയ്ക്കുന്ന നാഥേ, പാപങ്ങളാലുള്ളു നീരേ, നൊന്തു ജപമാല ചൊല്ലുന്നു ഞങ്ങൾ. പാപങ്ങളാലുള്ളു നീരേ, നൊന്തു ജപമാല ചൊല്ലുന്നു ഞങ്ങൾ. അമ്മേ അമലേ സ്വർലോകറാണി, കേൾക്കേണമേ ഞങ്ങളെ. അമ്മേ അമലേ സ്വർലോകറാണി, കേൾക്കേണമേ ഞങ്ങളെ. അനുതാപമോടിന്നു തേങ്ങി ഹൃദയമുരുകുന്ന ഞങ്ങൾക്കു ശാന്തി. അനുതാപമോടിന്നു തേങ്ങി ഹൃദയമുരുകുന്ന ഞങ്ങൾക്കു ശാന്തി. മനതാരിലേകിടുവാനാ അമ്മ സുതനോടു യാചിച്ചിടേണേ. മനതാരിലേകിടുവാനാ അമ്മ സുതനോടു യാചിച്ചിടേണേ. അമ്മേ അമലേ സ്വർലോകറാണി, കേൾക്കേണമേ ഞങ്ങളെ. അമ്മേ അമലേ സ്വർലോകറാണി, കേൾക്കേണമേ ഞങ്ങളെ. സബു, കണ്ണുനീർ തുടയ്ക്കുന്ന സാന്ത്വനമായ അമ്മയോട്, അമ്മേ അമലേ സ്വർലോകരാജ്ഞി, കേൾക്കണം, എന്നെ കാണണം, മനോഹരമായ ഗാനം പാടി അമ്മയോട് അർത്ഥിച്ചു സാബു. എനിക്കുറപ്പുണ്ട് സകലകലാ വല്ലഭനാണ് സാബു.
പ്രത്യേകിച്ച് സാബുവിൻ്റെ ഗാനങ്ങൾ, രചനകൾ, സംഗീതങ്ങൾ ഒക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. പല തലങ്ങളിലും ഏറ്റവും മികവോടുകൂടി ഇത് ചെയ്യുവാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ സ്നേഹമാധ്യസ്ഥമാണെന്ന് പല വേദികളിലും സാബു പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അനുഭവം ഒന്ന് പങ്കുവയ്ക്കുമോ? കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ അമ്മ കൈപിടിച്ച വഴികൾ പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കൂ. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ. 4 പെൺകുട്ടികളുണ്ടായ ശേഷം ഒരു ആൺകുട്ടി ഉണ്ടായി. ആ ആൺകുട്ടി മരിച്ചുപോയി. അതിനുശേഷം പ്രാർത്ഥിച്ച് അങ്ങനെ ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട് പാറപ്പുറത്ത് പണിത ഒരു ഓലപ്പരയായിരുന്നു. എൻ്റെ സഹോദരിമാർക്കൊന്നും വലിയ വിദ്യാഭ്യാസമില്ല. ഒത്തിരി രോഗങ്ങളൊക്കെ, എൻ്റെ 2 സഹോദരിമാർ രോഗികളായിരുന്നു. അവർ മരിച്ചുപോയി. അപ്പോൾ ഒരുപാട് ദരിദ്രമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ എനിക്ക് വലിയ വിവരമൊന്നും, വലിയ വിദ്യാഭ്യാസം, എനിക്ക് എന്തോ ബുദ്ധി, അതായത് അക്ഷരങ്ങളൊന്നും എനിക്ക് ഓർമ്മയിലേക്ക് എഴുതാനൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പഠനത്തിലൊക്കെ മുട്ടപ്പൂച്ചിയും കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ 9ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് ഇറങ്ങിയ ആളാണ് ഞാൻ. പാറമടയിൽ പണി, റബ്ബർ ടാപ്പിങ്, പെയിൻറ്റിങ്, കോലഞ്ചേരി ടൗണിൽ ചുമട്ടുപണി വരെ ചെയ്ത ഒരാളാണ് ഞാൻ. 9ൽ വെച്ച് പഠിത്തം നിർത്തി. എൻ്റെ ചാച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് വരെ പഠിക്കടാ, അതിനുശേഷം നിന്നെ സ്കൂളിൽ ഏതെങ്കിലും അച്ഛൻ്റെ കാല് പിടിച്ച് പിയൂണാക്കാം, 10ാം ക്ലാസ് വരെ പഠിച്ച് ജയിക്കുമെന്ന് വേണ്ട. ചാച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ ഒരു പിയൂണാക്കണമെന്നായിരുന്നു സ്കൂളിലെ. അപ്പോൾ ചാച്ചൻ്റെ ആഗ്രഹം 10ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. 9ൽ വെച്ച് പഠിത്തം നിർത്തി. ചാച്ചന് ഭയങ്കര വിഷമമായി. ഞാൻ 10ൽ വെച്ച് എൻ്റെ പെമ്മക്കോ പഠിപ്പിക്കാൻ പറ്റിയില്ല, ചെറുക്കൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കെ ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും മദ്യപിക്കാനോ വീഡിയോ വലിക്കാനോ ഞാൻ ഒരു അലമ്പ് കൂട്ടുകെട്ടിൽ പോയില്ല. ഈശോയിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാതാവിൽ വിശ്വാസമില്ലായിരുന്നു. മാതാവിനോട് എനിക്ക് ഭയങ്കര എന്തോ യാതൊരു വിശ്വാസം, കൊന്തയൊന്നും ചൊല്ലില്ലായിരുന്നു. അത് ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അതിലുള്ള എതിർപ്പ്, മാതാവിനോടുള്ള എതിർപ്പ്, ഒരു നിരീശ്വരവാദ ശൈലിയിലേക്ക്. ഞാൻ മാതാവിന് ഒരുപാട് എതിരായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈശോയെ ഇഷ്ടമാണ്, പക്ഷെ മാതാവിനോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. എതിരായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പലരോടും അത് പറയാൻ ശ്രമിച്ചു. കലാപരിപാടിക്ക് പോകുമ്പോൾ പലരോടും അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാമ്പുകൾ വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പാലായിൽ നടന്നൊരു ക്യാമ്പിൽ വരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. മാതാവിന് അത്ര എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ പിന്നീട് അസീസി ധ്യാന മന്ദിരത്തിൽ വെച്ച്, ഭരണങ്ങാനം അസീസി ധ്യാന മന്ദിരത്തിൽ വെച്ച് ഒരു ധ്യാനം കൂടി. അവിടെ വെച്ച് ഒരു പ്രത്യേക ഒരു അനുഭവം എനിക്കുണ്ടായി. എനിക്കന്ന് മുറ്റത്ത് കിടന്ന്, അവിടെ ധ്യാനമന്ദിരത്തിൻ്റെ മുറ്റത്ത് കിടന്നൊരു കൊന്ത കിട്ടി. ഞാനവിടെ ചാപ്പലിൽ കയറിയിരുന്ന് ആദ്യമായിട്ട് കൊന്ത ചൊല്ലി. ഞാനൊരു 7 കൊന്ത ചാപ്പലിലിരുന്ന് ചൊല്ലി. കൊന്ത ചൊല്ലി തീരുന്ന ആ സമയത്ത് ഒരു സുഗന്ധാഭിഷേകം എന്നിൽ വന്നിങ്ങനെ നിറയുന്ന ഒരു അനുഭവം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ബസ്സിലൊക്കെ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ഈ സുഗന്ധാഭിഷേകം നിറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിൽ വന്ന് കൊന്ത ചൊല്ലിലും പ്രാർത്ഥനയായി. ഇതിനിടയ്ക്ക് ഈ വിശ്വാസമില്ലാതിരുന്ന ആ അനുഭവത്തിൽ നിന്ന് ഈ ധ്യാന മധ്യേയാണ് മാതാവിനോടുള്ള വിശ്വാസത്തിന്റെ കുറവ് ലഭ്യമായത്, അല്ലേ? അതെ. എനിക്ക് ദർശനങ്ങളൊക്കെ മാതാവിനെ കാണാനും മാതാവ് ഉണ്ണീശോയായിട്ട് അടുത്ത് വരുന്ന പോലെയൊക്കെ അനുഭവിക്കുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ വന്നതിന് ഒറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കാം, മണലൊക്കെ ഇട്ടിട്ട് അതിൽ മുട്ടുകുത്തി നിന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയ കൊന്തയൊല്ലി കൈയൊക്കെ വിരിച്ചു പിടിച്ച്. വീടിനടുത്തൊരു മലയക്കുരിശു പള്ളിയുണ്ട്, അവിടെയൊക്കെ ചെന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. ആരും കാണാതെ പ്രാർത്ഥിക്കും, കണ്ടു കഴിഞ്ഞാൽ കളിയാക്കൂലോ എന്നോർത്ത്. ഈ സമയത്ത് ഞാൻ ഗാനമേളയിലൊക്കെ പോകുമായിരുന്നു. ഗാനമേളയിൽ പാടാനും മിമിക്രി കളിക്കാനൊക്കെ പോയിരുന്നു. ഞാൻ മിമിക്സ് പരേഡിനൊക്കെ, മിമിക്രിക്കൊക്കെ പോയിരുന്നു. ഇന്ന് സിനിമയിലുള്ള പല മിമിക്രി താരങ്ങൾ, മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തിയവരുടെ കൂടെയൊക്കെ മിമിക്രി ഒന്ന് പറയാമോ? ആരുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു 35ഓളം മിമിക്രി കാസറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപ്, നാദർഷ, ജയറാം ചേട്ടൻ്റെ കൂടെ ഒരു കാസറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് കുമാറിൻ്റെ കാസറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ മണിയുടെ ഒട്ടേറെ നാടൻ പാട്ടുകൾക്ക് രചനയും സംഗീതവും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു കാസറ്റിൻ്റെ സ്ക്രിപ്റ്റ് വരെ ഞാനാണ് ചെയ്തത്. ഒരു 35ഓളം മിമിക്രി കാസറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാനമേളയുടെ ഇടയ്ക്ക് പാടാനും മിമിക്രി കളിക്കാനും ഞാൻ പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങോട്ട് നിർത്തി. ഇതൊക്കെ നിർത്തി ഒറ്റപ്പെടുന്ന ഒരു അനുഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര ദാരിദ്ര്യം, പ്രാർത്ഥനയിൽ ശക്തമായി എനിക്ക് ദാരിദ്ര്യം അങ്ങോട്ട് കയറാൻ തുടങ്ങി. എനിക്ക് വേറെ ഷർട്ടൊന്നും ഇല്ലാതെ ഒരു പാൻസും ഒരു ഷർട്ടും മാത്രമാകുന്നൊരു സാഹചര്യം. എല്ലാവരും ഒറ്റപ്പെടുന്നൊരു അനുഭവം. പ്രാർത്ഥനയിൽ ശക്തമാകും തോറും ദാരിദ്ര്യം അങ്ങോട്ട് കയറുക. വീട്ടുകാർ മാത്രം ഒറ്റപ്പെടുത്തിയില്ല, ഒരു തെറ്റിദ്ധരിപ്പെടുന്ന അവസ്ഥ പോലെ. കൂട്ടുകാരോടൊക്കെ ചോദിച്ചു, എന്നെ പണിക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചു. പണിക്കൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചു. ആരും എന്നെ കൊണ്ടുപോയി, ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പണിയും കൂടെ പോകുള്ളൂ, ആ ഒരു തരത്തിലേക്കൊക്കെ പറയുകയാണ്.
അപ്പോൾ ചാച്ചനൊക്കെ ചെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് ചാച്ചനോട് പറഞ്ഞിട്ട്, ചേട്ടാ ഇവനെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ പാട്ടും ഒക്കെ അവനവിടെ ചെന്ന് പണിയെടുക്കുന്നവരും പാട്ടൊക്കെ പഠിക്കേണ്ടത് ഞങ്ങളുടെ പണി പോകുന്നത് അങ്ങനെയൊക്കെ പോകും. നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയായി. ഇതിനിടയ്ക്ക് കോതമംഗലത്ത് കോഴിപ്പള്ളിയിൽ ഈ തലത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ തലത്തിൽ നിന്ന് അവിടെ നിന്ന് കവി പിടിച്ച് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത കാണിച്ചു തരൂ, ഒരു ചിത്രം. അതായത് അങ്ങനെയുള്ള ആ ജപമാല പിടിച്ച് പരിശുദ്ധ അമ്മയോട് വിശ്വസിച്ചു മറ്റെല്ലാ പ്രതികൂലതയും അതിജീവിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെട്ടപ്പോൾ ഇന്ന് താങ്കൾ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുകൂടി ഒന്ന് പ്രേക്ഷകർ. ഞാൻ അതിനുശേഷം 16 കൊല്ലത്തിന് ശേഷം ഞാൻ SSLC എഴുതി എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ പാസ്സായി. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹയർ സെക്കൻഡറി എഴുതി ഞാൻ പാസ്സായി. എനിക്ക് സ്കൂളിൽ ചാച്ചൻ്റെ ആഗ്രഹം പോലെ പിയൂണായിട്ട് പണി കിട്ടി, സർക്കാർ പണി കിട്ടി. ഞാൻ ആ പണി ചെയ്തുകൊണ്ട് തന്നെ ചിത്രകലയിൽ ഡിപ്ലോമ എടുത്തു. 17 വിഷയം എഴുതി പാസ്സായി, ചിത്രകലയിൽ ഡിപ്ലോമ എടുത്തു. എനിക്ക് ഈ 2017 മെയ് മാസം ഞാൻ അധ്യാപകനിലേക്ക് പ്രൊമോഷൻ, അത് റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ ഞാൻ എത്തി എന്നുള്ളതാണ്. സാബു, ഇതൊരു വലിയ സാക്ഷ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തല്ല ഇത്. കൂലിപ്പണിക്കിറങ്ങി ടാപ്പിംഗ് ജോലി ചെയ്തു, പെയിന്റിംഗ് തൊഴിൽ ചെയ്തു, ചുമട്ട് തൊഴിലാളിയായി മാറി. വെറും 9ാം ക്ലാസ്സുകാരൻ പരിശുദ്ധ അമ്മയുടെ ജപമാല പിടിച്ച് മുന്നേറി നിറകണ്ണുകളോടെ മുട്ടിന്മേൽ ചരൽ വിരിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ വളർത്തുമ്പോൾ, ദൈവം വളർത്തുമ്പോൾ, അതെ, ദൈവം പരിശുദ്ധ അമ്മ വഴി കൃപ ചൊരിഞ്ഞ് മകനെ വളർത്തിയപ്പോൾ ആ 9ാം ക്ലാസ്സുകാരൻ SLC എഴുതിയെടുത്തു, +2 എഴുതിയെടുത്തു, ഡ്രോയിങ്ങിൽ ഡിപ്ലോമ നേടി, പ്യൂണായി ജോലി ചെയ്തു. അവിടെ നിന്നുകൊണ്ട് പഠിച്ച് ഇന്ന് അധ്യാപക വൃത്തിയിലേക്ക് 1ാം റാങ്കോടെ ഉണരുമ്പോൾ സഹോദരങ്ങളെ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്ന ദിവ്യ സ്നേഹ വഴിച്ചാലുകളാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയെ മുറുകെ പിടിക്കുന്ന കുഞ്ഞ് ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്നുള്ള ഏറ്റവും വലിയ സാക്ഷ്യം ഇതിനപ്പുറം എന്ത്? ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും സഹനത്തിൻ്റെയും നെരിപ്പോടിലെരിയുമ്പോൾ അമ്മ കടന്നു വരും, കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ, നെഞ്ചോട് ചേർക്കാൻ. ആ അമ്മയെ മഹത്വപ്പെടുത്തി വീണ്ടും പാടാം അടുത്ത ഗാനത്തിലേക്ക്. സാബു തന്നെ ഈണം പകർന്ന മനോഹരമായ ഗാനം നമുക്ക് ശ്രമിക്കാം. ജഗദംബികേ മരിയേ ദേവകന്യകേ, അമ്മേ ജഗദംബികേ മരിയേ കന്യാംബികേ, അലിവായ് സുതരിൽ കൃപകൾ ചൊരിയൂ. ദൈവപുത്രന്റെ മാതാവേ, ദൈവകൃപയാൽ നിറഞ്ഞവളെ, ദൈവരാജ്യത്തിൽ റാണിയായി വാഴും അംബികയെ, അമ്മേ ജഗദംബികേ മരിയേ കന്യാംബികേ, അലിവായ് സുതരിൽ കൃപകൾ ചൊരിയൂ. തൊഴുത്തിൽ ലോകദീപം തെളിച്ചു നീ, മനുജ മക്കൾക്കു നിത്യജീവൻ പകർന്നിടാ. കാലിത്തൊഴുത്തിൽ ലോകദീപം തെളിച്ചു നീ, മനുജ
മക്കൾക്കു നിത്യജീവൻ പകർന്നിടാം. രക്ഷയേകുവാൻ സർവം സഹിച്ച നാഥേ, കുരിശിൻ ചുവട്ടിൽ ലോകത്തിനമ്മയായി നീ. രക്ഷയേകുവാൻ സർവം സഹിച്ച നാഥേ, കുരിശിൻ ചുവട്ടിൽ ലോകത്തിനമ്മയായി നീ. അമ്മേ അമലേ കനിവിൻ കടലേ, അലിവായി സുതരിൽ കൃപകൾ ചൊരിയൂ. അമ്മ തുയറാണിയേ മരിയേ ദേവകന്യകേ, അലിവായി സുതരിൽ കൃപകൾ ചൊരിയൂ. കാനായിലന്നു കല്യാണ നാളിലമ്മ വീഞ്ഞു തീർന്നപ്പോൾ മധ്യസ്ഥയായി മാറി. കാനായിലന്നു കല്യാണ നാളിലമ്മ വീഞ്ഞു തീർന്നപ്പോൾ മധ്യസ്ഥയായി മാറി. സ്നേഹമാം വീഞ്ഞു ഞങ്ങളിൽ തീർന്നിടുമ്പോൾ അമ്മ സുതനോടു മാധ്യസ്ഥ്യമേകിടേണം. സ്നേഹമാം വീഞ്ഞു ഞങ്ങളിൽ തീർന്നിടുമ്പോൾ അമ്മ സുതനോടു മാധ്യസ്ഥ്യമേകിടേണം. അമ്മേ അമലേ കനിവിൻ കടലേ, അലിവായി സുതരിൽ കൃപകൾ ചൊരിയൂ. തുയറാണിയേ മരിയേ ദേവകന്യകേ, ഇറങ്ങും മടിയാരിൽ അരുൾ പൊഴിയും. അമ്മ തുയറാണിയേ മരിയേ ദേവകന്യകേ, ഇറങ്ങും മടിയാരിൽ അരുൾ പൊഴിയും. ദേവമൈതനിൻ മാതാവേ ദേവകൃപയാൽ നിറൈந்தവളേ, പരലോക അരസിൽ റാണിയായി വാഴും തൂയവളേ. അമ്മ തുയറാണിയേ മരിയേ ദേവകന്യകേ, ഇറങ്ങും മടിയാരിൽ അരുൾ പൊഴിയും. കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് പരിശുദ്ധ അമ്മയെ പ്രതിപാദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ്. വിശ്വാസത്തോടെ അമ്മയെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. സാബുവിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടൽ എങ്ങനെയാണെന്ന് പറയാം. എൻ്റെ കല്യാണത്തിന് മധ്യസ്ഥം വഹിച്ചത് പരിശുദ്ധമ്മ തന്നെയാണ്. കാരണം 9ാം ക്ലാസ് പഠിച്ച ആൾക്ക് പെണ്ണില്ല. 9ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ് പഠിക്കാത്തവൻ സാമൂഹ്യ ദ്രോഹി എന്നുള്ള തരത്തിലാണ് ഓരോരുത്തരും പെണ്ണ് കാണാൻ ചെന്ന പല വീട്ടിൽ നിന്ന് അപമാനം വരെ ഏറ്റുവാങ്ങി. +2 വരെ പഠിക്കാത്ത ഒരു ചെറുക്കനെ വേണ്ടാന്നുള്ള ആ തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ആത്മീയ ഗുരുവായ ഫാദർ തോമസ് ജെ പറയിടം കോതമംഗലം രൂപതയിൽ അച്ഛൻ പറഞ്ഞു, നീ 10ാം ക്ലാസ് എഴുതിയെടുത്തിട്ട് പെണ്ണ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ മല ഇടിച്ചു നിരത്താം, ആലക്കുഴ കുരിശുമല ഇടിച്ചു നിരത്താം, 10ാം ക്ലാസ്സിൽ 10 വിഷയം എഴുതി പാസ്സാകുമെന്ന് പറഞ്ഞ് നടക്കണ കാര്യമല്ല അച്ഛൻ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിക്കടാ, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ കാലത്ത് തൊട്ട് വന്നിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ നിന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പഠിക്കാൻ തീരുമാനം എടുത്തു. ഈ സമയത്ത് ഇല്ലിത്തോട് ദർശന ധ്യാന മന്ദിരത്തിൽ മരിയൻ കൺവെൻഷൻ നടന്നപ്പോൾ മരിയൻ അനുഭവം, മാതാവിൻ്റെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ആ വേദിയിൽ വെച്ച് ഞാനിങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞിറങ്ങിയപ്പോൾ അവിടെ അച്ഛനിങ്ങനെ പറഞ്ഞു, ഒരാളുടെ കല്യാണം നടക്കാതിരുന്ന ആളുടെ കല്യാണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ
അവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കാക്കനാട് ഇൻഫോ പാർക്കിൽ. അവൾ എഞ്ചിനീയറാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി. കോറസ് പാടാൻ ആൾക്കാരില്ലാത്ത കാരണം പാട്ടുകാരൻ്റെ കൂടെ കോറസ് പാടാൻ കയറി നിൽപ്പുണ്ടായിരുന്നു. മാതാവിൻ്റെ വലത് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. മാതാവിൻ്റെ ഇടത് സൈഡിൽ നിന്നാണ് ഞാൻ പ്രസംഗിച്ചത്. എന്തായാലും എൻ്റെ പ്രസംഗം കഴിഞ്ഞിറങ്ങിയത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആലോചന വന്നു. ആ കല്യാണം നടന്നു. എൻ്റെ ഭാര്യ അനു. അവളോട് ഞാൻ പറഞ്ഞു, ഞാൻ 9ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, അത് കുഴപ്പമില്ല, ഇനിയായാലും പഠിച്ച് ജയിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിലും എൻ്റെ വിജയത്തിലും എല്ലാം അവളുടെ ഒരു സപ്പോർട്ട് കൂടിയുണ്ട്. ഞാൻ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതാൻ നേരത്ത് അവൾ ദേവാലയത്തിലിരുന്ന്, അവളും എൻ്റെ കുട്ടികളുമായിട്ട് ദേവാലയത്തിലിരുന്ന് എത്രയും ദയുള്ള മാതാവ് ചൊല്ലിയത്. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാൻ ഓരോ കലാപരിപാടിക്ക് പോകുമ്പോഴും അവളുടെ പ്രാർത്ഥനയുണ്ട്. എത്രയും ദയുള്ള മാതാവെ ചൊല്ലിയുള്ള പ്രാർത്ഥനയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ ഏറെ ശ്രദ്ധയുള്ള പരിശുദ്ധ മാതാവ്. ഗലീലെ കാനായിലൊരു കല്യാണ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതെ, രക്ഷകനായ ദൈവം കൂട്ടിച്ചേർക്കുന്ന കുടുംബജീവിത ബന്ധങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹമധ്യസ്ഥം ഉണ്ടാകും. ആ കുടുംബജീവിതത്തിൽ എത്ര തട്ടും നടവും വന്നാലും, എത്ര പ്രതികൂലത വന്നാലും, ആ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ജപമാല പിടിക്കുന്ന ഒരു ജീവിതമാണ് എങ്കിൽ ജീവിത പങ്കാളികൾക്ക്, അത് ഭാര്യയായിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ, പരസ്പരം ബലം പകർന്ന് ഉയർച്ചയുടെ ഉന്നതിയുടെ ജീവിത പടവുകൾ കയറും എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് സാബു സാക്ഷ്യത്തിലൂടെ നമ്മൾക്ക് നൽകുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ നിറവായി, ആശ്രയമായി, സങ്കേതമായി ജപമാല മണിമുത്ത് നെഞ്ചോട് ചേർത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പതിവ് കുടുംബജീവിതത്തിൽ ഉണരുമ്പോൾ അവിടെ രക്ഷകനായ ദൈവം, പരിശുദ്ധ ത്രിത്വിക ദൈവം അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് ജീവിതത്തെ വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്നവനെ, കർത്താവേ, അവിടുത്തെ തിരുഹൃദയത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന നാഥ, അങ്ങ് അനുഗ്രഹിക്കണമേ. ആ തിരുഹൃദയ സ്നേഹം ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, കുറവുകളിൽ പരിശുദ്ധാത്മ നിറവ് പകരുവാൻ മാധ്യസ്ഥം വഹിക്കുന്നവളെ അമ്മ കൂടെ നിന്ന് തഴുകി തലോടണമേ, ബലപ്പെടുത്തണമേ, ആശ്രയമായിരിക്കണമേ, സങ്കേതമാകണമേ. ആമേൻ.